ഞാനിന്ന് ഇവിടെ പറയുന്നത് കുലദൈവത്തെക്കുറിച്ചാണ്. എന്താണ് കുലദൈവം? അതറിയാത്തവർക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇത്. കുലദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ദൂരമുള്ള ഒരു പാത്രം സൂക്ഷിക്കുന്നത് പോലെയാണ്. ദൂരമുള്ള പാത്രത്തിൽ ഒന്നും തങ്ങി നിൽക്കില്ല. അതുപോലെ തൻ്റെ കുലദേവനെ ആരാധിക്കാത്ത വ്യക്തിക്ക് ഒരു നന്മയും വരില്ല. പലർക്കും തങ്ങളുടെ കുലദൈവത്തെക്കുറിച്ചും കുലദൈവ ആരാധനയെക്കുറിച്ചും കുലദൈവ ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പോലും അറിയില്ല. സാധാരണയായി കുലദൈവ ക്ഷേത്രങ്ങൾ പൂർവിക ഗ്രാമത്തിലായിരിക്കും. അവർ ഇഷ്ടദൈവത്തെ കുലദൈവവുമായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഒരാൾക്ക് സ്വന്തം ഇഷ്ടദൈവത്തെ തിരഞ്ഞെടുക്കാം, പക്ഷേ കുലദൈവം തിരഞ്ഞെടുക്കരുത്. നമ്മുടെ തലമുറയിലെ ഓരോ ദൈവത്തിലും കുലദേവനാണ് ഏറ്റവും പ്രധാനം. കുലദേവനെ ആരാധിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് മറ്റു രൂപത്തിലുള്ള ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയൂ. വിശദീകരിക്കാനാകാത്ത വിവിധ കാരണങ്ങളാൽ ഒരാളുടെ കുടുംബം അവരുടെ കുലദൈവത്തെ പൂർണ്ണമായി മറന്നു പോവുകയും ആരാധിക്കുന്നത് നിർത്തുകയും ചെയ്തേക്കാം. കുടുംബങ്ങൾ അവരുടെ കുലദൈവവും ഇഷ്ടദൈവവും തലമുറകളായി ഒന്നിച്ച് തമ്മിൽ ആശയക്കുഴപ്പത്തിലാകാനും അവരുടെ കുലദൈവത്തെ പൂർണ്ണമായും മറക്കാനും അവഗണിക്കാനും സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ തിരക്കേറിയ ജീവിതശൈലി കാരണം ഒരു വ്യക്തിയുടെ തലമുറയ്ക്ക് തൻ്റെ കുലദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയാതെ പോവുകയും അത് എങ്ങനെ വീണ്ടും കണ്ടെത്തണമെന്ന് ഒരു പിടിയും ലഭിക്കാതിരിക്കുകയും ചെയ്യും. കുലദേവത എന്ന വാക്ക് 2 വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കുല എന്നതിൻ്റെ അർത്ഥം കുല എന്നും ദേവത എന്നതിൻ്റെ അർത്ഥം ദേവത എന്നുമാണ്. അതിനാൽ കുലദേവതകൾ പ്രത്യേക കുലങ്ങൾ ആരാധിക്കുന്ന ദേവതകളാണെന്ന് പറയാം. കുലദേവത കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും സംരക്ഷകനും ഏക സംരക്ഷകനുമാണ്. കുടുംബത്തിൻ്റെ പൂർവികർ ദേവതയെ ആരാധിച്ചിട്ടുണ്ട്. കുടുംബത്തിനും ദേവതയ്ക്കുമിടയിൽ ഒരു ബന്ധമുണ്ട്. അതിനാൽ കുടുംബം ആദ്യം കുടുംബദേവതയെ ആരാധിക്കണം. ആപത്ത് സമയങ്ങളിൽ തൻ്റെ കുടുംബദേവതയെ ആരാധിക്കുന്ന ഒരാൾ ദേവതയാൽ സംരക്ഷിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഏതൊരു പൂജയും ആദ്യം കുലദേവതയെ ആരാധിക്കാതെ അപൂർണമാണ്. കുലദൈവ വഴിപാട് ബ്രാഹ്മണർക്കു മാത്രമായി ഒതുങ്ങുന്നില്ല. നിങ്ങളുടെ കുലദേവതയെക്കുറിച്ച് നിങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് അത് അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ പിതൃപിതാക്കന്മാർ ഒരിക്കൽ ആരാധിച്ചിരുന്ന സ്ഥലമാണ് കുലദേവതമാർ ദേവീക്ഷേത്രം. നമ്മുടെ മുത്തച്ഛന്മാരുടെയും മുതുമുത്തച്ഛന്മാരുടെയും എണ്ണമറ്റ ദിവ്യാത്മാക്കളുടെ സംഗമസ്ഥാനവും അവരുടെ അനുഗ്രഹങ്ങളും. ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നമ്മുടെ പരിശ്രമങ്ങളിലും ദുരിത സമയങ്ങളിലും നമ്മെ ഒരിക്കലും നിരാശരാക്കില്ല എന്നാണ് വിശ്വാസം. കർമ്മഫലങ്ങളിൽ നിന്നുള്ള നമ്മുടെ സംരക്ഷണ കവചം ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബദൈവ വഴിപാടാണ്. പൂർവികർ അവരുടെ ക്ഷേമത്തിനായി ഭക്തിയോടെ ദേവതയോട് പ്രാർത്ഥിച്ച അതേ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബവുമൊത്ത് കുടുംബദേവതയെ സന്ദർശിച്ച് ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത കാഞ്ചി മഹാപെരിയവ ഊന്നി പറയുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് കുടുംബദേവതയുടെ ആരാധന പിതൃപരമ്പരയെ മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ. ഹിന്ദു സ്ത്രീകൾ സാധാരണയായി 2 കുടുംബദേവതകളെ ആരാധിക്കുന്നു. ഒന്ന് അവർ ജനിച്ച കുടുംബത്തിലെയും മറ്റൊന്ന് പുകുന്ത വീട് ദൈവം അല്ലെങ്കിൽ ദേവത. വിവാഹശേഷം വരൻ്റെ കുടുംബത്തിലെയും ദൈവമാണ്. സ്ത്രീകൾ സാധാരണയായി വിവാഹശേഷം അവരുടെ കുടുംബദേവതയെ ആരാധിക്കുന്നത് നിർത്തുന്നു.
ഭാര്യയുടെ കുടുംബദേവതയുമായുള്ള ബന്ധം തകർക്കരുത്.